ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ സമ്പൂർണ്ണമായി ഏതാണ്ട് ഇടതുവിരുദ്ധരാണ് എന്ന് പറയാം. എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല കേട്ടോ. കാരണം ഞാൻ തൊഴിലെടുത്തു വന്ന മാധ്യമങ്ങളെല്ലാം ഈ പറയുന്ന സംഘപരിവാർ വൽക്കരിക്കപ്പെട്ട മാധ്യമങ്ങൾ തന്നെയാണ് മിക്കവാറും എല്ലാം. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാതെയാണ് ഈ മുഴുവൻ മാധ്യമങ്ങളും ഇത്രയും കാലമായി ഇതിനെ സജീവമാക്കി നിലനിർത്തുന്നത്. അതായത് അപ്പോൾ എത്ര സൂക്ഷ്മമായിട്ടുള്ള ഇടപെടൽ അതിൽ വേണം. അങ്ങനെ ഒരു വാർത്ത ഇതാരയച്ചു, ആർക്കയച്ചു എന്നുള്ള ചോദ്യത്തിലെത്താതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിലൊരു സൂക്ഷ്മത വേണമല്ലോ. ഈന്തപ്പഴത്തിനുള്ളിലെ സ്വർണ്ണക്കടത്തുണ്ട്, ഖുറാനുള്ളിലെ സ്വർണ്ണക്കടത്തുണ്ട്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്തുണ്ട്. ഇത് അവതരിപ്പിക്കാൻ പോലും അതിൻ്റെ ഒരു സൂക്ഷ്മത ശ്രദ്ധിക്കണം. അത് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്വർണം കടത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സംഗതികൾ ശ്രദ്ധിക്കണം വളരെ കൃത്യമായിട്ട്. അത് ഇടതുപക്ഷത്തെ മാത്രമല്ല, അതിനും അപ്പുറത്ത് വിശാലമായി വളരെ സൂക്ഷ്മമായി ഒരു സമുദായ വിഭാഗത്തിലേക്ക് തന്നെ പയ്യെ അത് എത്തത്തക്ക വിധത്തിൽ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രാൻഡ് ഡിസൈൻ, സംഘപരിവാറിൻ്റെ ഗ്രാൻഡ് ഡിസൈനാണ്. അതിനെ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത്? ഈ നിഷേധിക്കുന്നതിനോടൊന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾ പറയുന്നത് അത് വേറെ ഇത് വേറെ അല്ലേ എന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കാത്തത്? ഈ മാധ്യമങ്ങളെല്ലാം പറയുക നമ്മൾ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷ ധർമ്മം ഇവർക്ക് ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ നിർവഹിക്കേണ്ടതില്ല. മനുഷ്യന്റെ ജീവനെ ബാധിക്കുന്ന, മനുഷ്യന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, ഇവിടുത്തെ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, ഇന്ത്യ എന്ന സങ്കല്പത്തെ ബാധിക്കുന്ന നിയമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കമാന്ന് ചർച്ച ചെയ്യേണ്ട കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. ഇവർ ദേശീയ മാധ്യമങ്ങൾ എന്നാണല്ലോ ഇവർ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇവരെന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാത്തത്? ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് വരാൻ കഴിയാത്തത്? ഇവരെന്തിനാണ് ബിരിയാണി ചെമ്പിനകത്ത് തലകുത്തി കിടക്കുന്നത്? ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ സമ്പൂർണ്ണമായി ഏതാണ്ട് ഇടതുവിരുദ്ധരാണ് എന്ന് പറയാം.